അരനൂറ്റാണ്ടോളം ചെയ്യാത്ത കുറ്റത്തിന് യുഎസിലെ ജയിലിൽ കിടക്കേണ്ടി വന്ന മനുഷ്യനെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കി. കറുത്തവർഗക്കാരനായ ഗ്ലിൻ സിമ്മൺസിനുമേൽ ചുമത്തപ്പെട്ടത് നരഹത്യാ കുറ്റമായിരുന്നു. 1974 കരോലിൻ സ്യൂ റോജേഴ്സിനെ കൊലപ്പെടുത്തി എന്ന കേസിലായിരുന്നു ലൂസിയാനയിലെ താമസക്കാരനായ സിമ്മൺസ് കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. എന്നാൽ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സിമ്മൺസ് തടവിൽ കഴിയാൻ കാരണമായി പറയുന്ന കുറ്റം അയാൾ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് സിമ്മൺസിനെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഒക്ലഹോമ കൗണ്ടി ജില്ലാ ജഡ്ജി ആമി പാലുംപോ പറഞ്ഞു. 48 വർഷവും 1 മാസവും 18 ദിവസവുമാണ് സിമ്മൺസ് തടവിൽ കഴിഞ്ഞത്. ഇതോടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നിരപരാധിയായി മാറി സിമ്മൺസ്. ഇത് നീണ്ട പ്രതിരോധത്തിന്റെയും സ്ഥിരതയുടെയും ഫലമായിരുന്നു എന്നാണ് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സിമ്മൺസ് പ്രതികരിച്ചത്. സത്യം ഏതു കാലത്തായാലും പുറത്തുവരും. അത് എക്കാലവും മൂടിവെക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1974 ഡിസംബർ 30 ഒക്ലഹോമയിലെ എഡ്മണ്ട് മദ്യവിൽപ്പനശാലയിൽ ഗുമസ്തനായി ജോലി നോക്കിയിരുന്ന കരോലിൻ സ്യൂ റോജേഴ്സ് ജോലിക്കിടയിൽ നടന്ന ഒരു കവർച്ചയ്ക്കിടെ മാരകമായി വെടിയേറ്റു മരിക്കുകയായിരുന്നു. കൂടെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന നിരവധി പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. വെടിവെപ്പിൽ പരിക്കേറ്റ ഒരു സ്ത്രീയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയായിരുന്നു അന്ന് സിമ്മൺസിനെ കുറ്റവാളിയായി കരുതിയത്. ഇക്കാരണത്താൽ 1975 സിമ്മൺസിന് വധശിക്ഷ നൽകപ്പെട്ടു. എന്നാൽ 1977 അമേരിക്കൻ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. തുടർന്ന് വിചാരണവേളയിലും അതിനുശേഷവും സിമ്മൺസ് തന്റെ നിരപരാധിത്വത്തിൽ തന്നെ ഉറച്ചുനിന്നു. കവർച്ച നടക്കുമ്പോൾ താൻ ഒക്ലഹോമയിലല്ലായിരുന്നുവെന്നും ലൂസിയാനയിലായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അതിനെ സാധൂകരിക്കാൻ തക്ക തെളിവുകൾ നൽകുന്നതിൽ സിമ്മൺസ് പരാജയപ്പെട്ടു. ഒടുവിൽ 2023 ജൂലൈയിൽ DA ബെഹന്നയുടെ അഭ്യർത്ഥന പ്രകാരം ജഡ്ജി പാലുംപോ സിമ്മൺസിന്റെ പുതിയ വിചാരണയ്ക്ക് ഉത്തരവിടുകയായിരുന്നു. ഡെത്ത് പെനാൽറ്റി ഇൻഫർമേഷൻ സെന്റർ പറയുന്നതനുസരിച്ച് കുറ്റം തെളിയിക്കാൻ ഭൗതിക തെളിവുകളൊന്നുമില്ലെന്നും സാക്ഷികളും കേസ് അന്വേഷിച്ചിരുന്നവരും മരിച്ചവരോ ലഭ്യമല്ലാത്തവരോ ആണെന്നും പറയുന്നു. എന്തായാലും സിമ്മൺസ് കുറ്റവിമുക്തനാക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് $1,75,000 നഷ്ടപരിഹാരമായി നൽകാൻ തീരുമാനമായിട്ടുണ്ട്. BBC റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അദ്ദേഹം നിലവിൽ ക്യാൻസറുമായി പോരാടുകയാണ്. ഗോ ഫൗണ്ട് മീ എന്ന ക്യാമ്പയിൻ അദ്ദേഹത്തിന്റെ ജീവിത ചെലവിനും കീമോതെറാപ്പിക്കുമായി ആയിരക്കണക്കിന് $സമാഹരിക്കുന്നു.